നമ്മുടെ മനസ്സിൽ വല്ലാത്ത ആഗ്രഹങ്ങളുണ്ടാകും. ചില ആളുകൾക്ക് ഒരു നല്ലൊരു വീട് ഉണ്ടാക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവാം. ചില ആളുകൾക്ക് അതല്ല നല്ലൊരു ജോലി കിട്ടണം ആഗ്രഹിക്കും. ഒരു വാഹനം ആഗ്രഹിക്കുന്നവരുണ്ട്. നല്ലൊരു ഇണയെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഇങ്ങനെ തുടങ്ങി പല ആഗ്രഹങ്ങൾ. മനുഷ്യനാണല്ലോ, ആഗ്രഹങ്ങൾ ഇഷ്ടം പോലെയാണ്. ആഗ്രഹങ്ങൾ വല്ലാതെ അങ്ങോട്ട് ദുനിയവി ആഗ്രഹങ്ങൾ കൂടുമ്പോഴാണ് ആഖിറത്തിനെ മറന്നു പോകുന്നത്. അങ്ങനെ ഉണ്ടാവാനും പാടില്ല. ദുനിയാവിലും ഗുണം വേണം, ആഖിറത്തിലും ഗുണം വേണം. അതൊരു സത്യവിശ്വാസിയുടെ അടയാളമാണ്. രണ്ടും വേണം. രണ്ടും നശിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ നമുക്ക് ദുനിയവിയായ ഐശ്വര്യം നടക്കണം, ഉഖ്റവിയായ ഐശ്വര്യം വേണം. അതേപോലെ തന്നെ എല്ലാ വിഷയവും അങ്ങനെ തന്നെ. ഏതൊരു കാര്യങ്ങളും നമുക്ക് ഇരുലോക വിജയത്തിനുള്ളതാവണം. അപ്പോൾ ദുനിയാവിൽ വണ്ണമായ ആഗ്രഹങ്ങൾ നമുക്കുണ്ടാവും. അതൊക്കെ നേടിയെടുക്കാൻ കഴിയണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് സാധിപ്പിച്ച് കിട്ടുന്ന ഒരു ഇസ്മിനെയാണ് പരിചയപ്പെടുത്തുന്നത്. ആ ഇസ്മ നമ്മൾ ചൊല്ലിയാൽ, അള്ളാഹു തആലയുടെ ഇഷ്ടപ്പെട്ട ആ ഒരു ഇസ്മ നമ്മൾ ചൊല്ലിയാൽ അത് കാരണമായി അള്ളാഹു തആല ദുനിയാവിലും ആഖിറത്തിലും നല്ല ഗുണം ചെയ്യും. വല്ലമായ മഹത്വം, ഒരുപാട് മഹത്വങ്ങൾ അതിന് പിന്നിലുണ്ട്. നമ്മുടെ ഏതൊരാഗ്രഹം പൂവണിയുന്ന ചൊല്ലേണ്ടത് ഇങ്ങനെയാണ്. ഒരു ദിവസം 1000 തവണ ചൊല്ലണം. ഒരു ദിവസം 1000 പ്രാവശ്യം. വളരെ ഈസിയായ ദിക്റാണ്. അസീസ് എന്നതാണ് ആ ഇസ്മ. ഈ 1000 തവണ നമ്മൾ ചൊല്ലാൻ ആകെ 5-10 മിനിറ്റ് സമയം, ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരു 1000 തവണ നമ്മൾ ചൊല്ലിക്കുക. പക്ഷേ ചെല്ലേണ്ടത് 40 ദിവസം തുടർച്ചയായിട്ട് വേണം. മഹാനായ യൂസുഫ് ബഹൻ റളിയല്ലാഹു തആല അൻഹു, സുഹറവർദി റളിയല്ലാഹു തആല പോലത്തെ മഹാന്മാർക്ക് പഠിപ്പിച്ചത് അങ്ങനെയാണ്. 1000 തവണ ദിവസം, 1000 തവണ വീതം 40 ദിവസം തുടർച്ചയായാണ് യാ അസീസു യാ അള്ളാഹ് എന്ന ദിക്ർ ചൊല്ലേണ്ടത്. അങ്ങനെ ചൊല്ലിയാൽ 40 ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ ഒരു മോഹങ്ങൾ അള്ളാഹു തആല നമുക്ക് സാധിപ്പിച്ചു തന്നിട്ടുണ്ടാകും. അങ്ങനെ നമ്മൾ 40 വീണ്ടും വർദ്ധിക്കുന്നതനുസരിച്ച് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നമ്മൾ അറിയാത്ത ഭാഗത്തിലൂടെ നമുക്ക് സാധിപ്പിച്ച് കിട്ടുമെന്നാണ്. യാ അസീസു യാ അള്ളാഹ് എന്ന് തെറ്റാതെ 1001 ആവേണ്ട, 999 ആവേണ്ട. ഏതൊരു അങ്ങനെ ഒരു കണക്ക് പറഞ്ഞാൽ ആ കണക്ക് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരാൾക്കൊരു സംശയം വന്നോ അത്ര ആയോ ഇല്ലേ എങ്കിൽ അത് പൂർത്തിയാക്കണം. അപ്പോൾ അങ്ങനെ പൂർത്തിയാക്കിക്കൊണ്ട് ഓരോ ദിവസം 1000 ഇങ്ങനെ പൂർത്തിയാക്കിയിട്ട് 40 ദിവസം തുടർച്ചയായി ചൊല്ലുകയും അതിലിടക്ക് വിട്ടുപോയാൽ വീണ്ടും അവിടെ നമ്മൾ തുടങ്ങണം. മെൻസസ് ഉള്ള സമയത്തും സ്ത്രീകൾക്ക് ചൊല്ലാം, അല്ലാത്ത അശുദ്ധിയുള്ള സമയത്തും ചൊല്ലാം. ഇത് ഏത് സമയത്തും ചൊല്ലാൻ പറ്റിയ ഒരു ദിക്റാണ് യാ അസീസു യാ അള്ളാഹ്. ചൊല്ലാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ.